നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പ്യൂട്ടേഴ്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസും ഡാറ്റാസും ഒക്കെ അതേപോലെ തന്നെ ഹാർഡ്വെയർസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മെയിനായിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് രണ്ട് ക്ലാസിഫിക്കേഷനാണ്: ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസും ബേസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷനും. സോ ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി പഠിക്കാം. ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് പേരിൽ തന്നെ ഉണ്ട്, ലോക്കൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ഏരിയ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് ബിൽഡിങ്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്. ഇത് വളരെ ഹൈ സ്പീഡ് നെറ്റ്വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ നമുക്ക് പ്രിൻറ്റേഴ്സ് അതുപോലുള്ള നെറ്റ്വർക്ക് ഡിവൈസസുകളൊക്കെ കണക്ട് ചെയ്യാനൊക്കെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്ററാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ ധാരാളമാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ്ലി ഓൺഡ് നെറ്റ്വർക്കാണ്. അതായത് ലോക്കൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ സ്മോൾ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈവറ്റ്ലി ഓൺഡ് നെറ്റ്വർക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻ നോക്കാം. ഫസ്റ്റ് വൺ, ലിമിറ്റഡ് ജിയോഗ്രഫിക് ഓപ്പറേഷൻ, അതായത് ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്, നല്ല സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫുൾ ടൈം കണക്ടിവിറ്റി ടു ലോക്കൽ സർവീസ്, എപ്പോഴും സർവീസ് അവൈലബിൾ ആവാൻ പറ്റും. പിന്നെ ജനറലി ലോ ഇൻ കോസ്റ്റ് കുറവായിരിക്കും. ബാക്കിയുള്ള നെറ്റ്വർക്കിനെ നോക്കുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് മെയിൻലി യൂസസ് ബസ് റിംഗ് ആൻഡ് സ്റ്റാർ ടോപ്പോളജി. ഡിഫറെൻറ്റ് ടോപ്പോളജികളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ബസ് ടോപ്പോളജിനും റിംഗ് ടോപ്പോളജിയൊക്കെയാണ് ലാൻ യൂസ് ചെയ്യുക. ടോപ്പോളജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് അഡ്വാൻറ്റേജസ് ഓഫ് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഇൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡാണ്, സെക്യൂരിറ്റി വളരെ സെക്യൂർഡാണ്. ഇത് നാലുമാണ് ലാൻഡിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ നമ്പർ ഓഫ് നോട്ട്സ് ബിക്കേം ഇൻക്രീസ് ദെൻ പെർഫോമൻസ് ബിക്കേം ഡിക്രീസ്. ഇതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കുറയും. പിന്നെ കുറച്ച് ഏരിയയിൽ മാത്രമേ ലിമിറ്റഡ് ആണ്. സോ ഏരിയ കവർ ഈസ് ലിമിറ്റഡ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാണ്. സോ ഇതാണ് ലാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാനിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വൈഡ് ഏരിയയാണ്. അതായത് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അത്രയൊക്കെ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഫോൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ഉള്ളതാണ്. അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതേപോലെ നമ്മുടെ പോസ്റ്റൽ സർവീസ്, അതായത് ഗവൺമെൻറ് മോണോപോളീസ്, ഇപ്പോൾ റെയിൽവേ, ഇതൊക്കെ എന്താ ഒരു രാജ്യം മൊത്തം വിപുലമായിട്ട് കിടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ PSC അത് കേരളം മൊത്തം ഉള്ളതാണ്. സോ അങ്ങനെ ഒരു വൈഡ് ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയുന്നത്. ഈ വാനുകൾ തമ്മിൽ വാൻ എന്ന് പറയുന്നത് കണക്റ്റഡ് ആവുന്നത് ടെലിഫോൺ ലൈൻസ് വഴിയാവാം, മൈക്രോവേവ്സ് വഴിയാവാം, സാറ്റലൈറ്റ് വഴിയാവാം. ഇതിലൂടെയൊക്കെ ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കും എന്നാണ് പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രാജ്യത്തിൻ്റെ പുറത്തേക്കും വ്യാപിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളാണ് ഇതിൻ്റെ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. ആ ലിമിറ്റിൻ്റെ പുറത്തേക്കും ഇതിന് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് ആണ്. വലിയതായതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ കോസ്റ്റ് കൂടുതലാണ്. ഹൈ പെർഫോമൻസ് ഡിവൈസസുകൾ ആവശ്യമാണ്. സെക്യൂരിറ്റി കുറവാണ്. വളരെ എക്സ്പെൻസീവായ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വണ്ണാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സിറ്റിയുടെ കൺട്രോളിൽ വരുന്നതായിരിക്കും മെട്രോപൊളിറ്റൻ ഏരിയാസ്. ആ പേരിൽ തന്നെ ഉണ്ട് മെട്രോപൊളിറ്റൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ വരുന്ന നെറ്റ്വർക്ക്സ് ആണ്. ഫോർ എക്സാമ്പിൾ കേബിൾ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നിശ്ചിത ഏരിയേൻ്റെ ഉള്ളിലായിരിക്കും. സോ അവിടെ നമ്മൾ കേബിൾസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, മെയിനായിട്ട് കേബിൾസാണ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്യുന്നത് അല്ലേ. സോ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്, പക്ഷേ വാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഒരു സിറ്റീൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരം നെറ്റ്വർക്കാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വൈഡർ ഏരിയയാണ്. പിന്നെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ റേറ്റ് വളരെ കുറവാണ്. പിന്നെ കോസ്റ്റ് കൂടുതലാണ്. മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് പാൻ. പാൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെ നമുക്ക് പാൻ എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഒരു ചെറിയ ഓഫീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിൻ്റെ ഉള്ളിൽ കുറേ ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാൻ എന്നുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസിന് ഇത് യൂസ് ചെയ്യാം. സെയിം നെറ്റ്വർക്ക് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റർ നമുക്ക് കോമൺ ആയിട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഒറ്റ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ലാൻഡിനെ പോലെ തന്നെ വളരെ ചെറുതാണ്. പിന്നെ പാനിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ ആൾക്ക് തന്നെ ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ 1 മീറ്റർ മുതൽ 10 മീറ്റർ വരെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു നെറ്റ്വർക്കാണ് പാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, കൺവീനിയൻ്റ് ആണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി, സിംഗിൾ പേഴ്സൺ ആണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സെക്യൂർഡ് ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആവുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള നെറ്റ്വർക്ക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ ആയിരിക്കും. സോ ഇതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് വണ്ണാണ് ബോഡി ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡിവൈസുകൾ, ഇപ്പോൾ ഫിറ്റ്നസ് ബാൻഡ്, അതേപോലെ നമ്മൾ ഈ പേസ് മേക്കർ, നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോയാൽ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ്, അതൊക്കെ നമ്മുടെ ഒരു ബോഡീൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ബോഡി റേഞ്ചുകൾ, ഒരു ഹ്യൂമൻ ബോഡിയുടെ പലതും അളക്കാൻ വേണ്ടിയിട്ട് വയറുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ബോഡി ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്കറിയാം സ്മാർട്ട് വാച്ചസിലൊക്കെ നമ്മൾ എത്ര ദൂരം നടക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, നമ്മുടെ പൾസ് റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ബോഡി ഏരിയ നെറ്റ്വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി പർപ്പസിന് നമ്മൾ എന്താ പറയുക, ബോംബ് സ്ക്വാഡൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ബോഡി ഏരിയ നെറ്റ്വർക്ക്സ് ആണ്. അതേപോലെ സെക്യൂരിറ്റി പർപ്പസിന് യൂസ് ചെയ്യാം. പിന്നെ ഒരു മെഷീനും ഒരു ഇൻഡിവിജ്വലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡിവൈസും അതിനനുസരിച്ച് പ്രവർത്തിക്കും. നെക്സ്റ്റ്
കുറേ ഡിവൈസസ് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻ്റർഫിയർനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സെൻസർ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് മെഷർ ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇതാണ് ബോഡി ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എന്താ പറയുക, നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ CDസിൽ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടറുമായി കണക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ആ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടോ ബ്ലൂടൂത്തിൻ്റെ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ടോ ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റേനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഡിവൈസസ് യൂസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ലോക്കലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറേജ് ഡിവൈസസുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൻ്റെ പറയുന്നത് സ്കെയിലബിലിറ്റിയാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസുകൾ യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആയിരിക്കും. എത്ര സ്റ്റോറേജ് ഡിവൈസസുകൾ വേണമെങ്കിലും ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അപ്പ് ടൈമാണ്. അതായത് ഒരു പുതിയൊരു ഡിസ്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. വേഴ്സറ്റൈലാണ്. അതായത് ഒരാളുടെ കാര്യം മാത്രമല്ല, പല ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾസും ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ളതും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി ഉണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റോറേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇതിനൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അത്ര പെട്ടെന്ന് എന്താണ് മിസ്റ്റേക്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ കൂടുതലായി യൂസ് ചെയ്യുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെയാണ്. നമുക്കൊന്നും അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു സാധനമാണിത്. നെക്സ്റ്റ് വണ്ണാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ആ പേരിൽ തന്നെ ഉണ്ട്. ക്യാമ്പസുകൾ, യൂണിവേഴ്സിറ്റീസ്, സ്കൂൾസൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികൾക്കും അവരുടേതായ സൈറ്റ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന കോളേജൊക്കെ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആവും. അതേപോലെ ചില സ്കൂളുകൾക്ക് കുറേ ചെയിൻ ഓഫ് സ്കൂളുകൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് കോസ്റ്റ് ഇഫക്റ്റീവാണ്. വയർലെസ് ആയിട്ടും വയേർഡായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റ് നെറ്റ്വർക്ക് ആക്സസ്. ഇപ്പോൾ ഒരേ യൂണിവേഴ്സിറ്റി തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ ബാൻഡ് വിഡ്ത്താണ്, ഹൈ റേഞ്ചിൽ കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. നെക്സ്റ്റ് ആണ് ഹോം ഏരിയ നെറ്റ്വർക്ക്. ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡിനെ പോലെ തന്നെ ഉള്ളതാണ്. അതായത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്മോൾ ഏരിയ കവർ ചെയ്യണതാണ്. ഇത് നമുക്ക് മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ച്, അങ്ങനെയുള്ള കുറേ ഡിവൈസസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഹോം ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് റിസോഴ്സ് ഷെയറിംഗ് ആണ്, ഈസി ആക്സസിബിൾ ആണ്, വളരെ സെക്യൂർഡ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, ഇപ്പോൾ നമ്മളിതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ്. ആ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ഓൾ ഏരിയ ഡാമേജ് ആയി പോവും. പിന്നെ ഇത് വൈഫൈ യൂസ് ചെയ്തിട്ടാണ് സാധാരണ കണക്ട് ചെയ്യാതെ നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാനിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഇതിനെ കണക്ട് ചെയ്യുന്നത് റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്. ലാൻ ആകുമ്പോൾ നമ്മൾ അധികമായിട്ട് വയർ യൂസ് ചെയ്തിട്ടാവും ഡിവൈസസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ റേഡിയോ വേവ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അതും ഒരു റൂമിൻ്റെ ഉള്ളിൽ, സിംഗിൾ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ അത്രയൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിളാണ്. എന്ന് വെച്ചാൽ പോർട്ടബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ കവറേജിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അതിൻ്റെ പുറത്തേക്കും വേണമെങ്കിൽ പോകാൻ കഴിയും. നെക്സ്റ്റ് ഇവിടെ കമ്മ്യൂണിക്കേഷന് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ കണക്ടിവിറ്റി ഈസിയാണ് കമ്പാരറ്റീവ്ലി. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ലോ ആണ്. പിന്നെ സെക്യൂരിറ്റി കുറവാണ്. അതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഡാറ്റ നെറ്റ്വർക്കാണ്. പക്ഷേ ഇവിടെ ഇത് ഒരു നമ്മൾ കണക്കാക്കുന്നത് പബ്ലിക് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പീപ്പിളിന് മാത്രം യൂസ് ചെയ്യാം. പക്ഷേ ആ കമ്പനീൻ്റെ പീപ്പിൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. പക്ഷേ ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രൈവറ്റ് സംഭവം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനത്തെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ കമ്പനീസിന് അവരതായ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. സോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങളാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇൻഎക്സ്പെൻസീവാണ്, വളരെ സെക്യൂർഡാണ്, അതേപോലെ തന്നെ സ്കെയിലബിലിറ്റി ഉണ്ട്. അതായത് എവിടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാൻഡ് വിഡ്ത്ത് ആണ്. അതായത് നെറ്റ്വർക്ക് സ്ലോ ആണ്. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്ര അങ്ങോട്ട് ഉറപ്പ് നൽകാൻ പറ്റില്ല. സോ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസിൽ പറയുന്നത്. സോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, മെട്രോപൊളിറ്റൻ നെറ്റ്വർക്ക് ഉണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഹോം ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്റ്റൻസിൻ്റെ ബേസിൽ തന്നെ നമുക്ക് നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്.